എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ട് കുറച്ച് നാൾ ഞാൻ വീഡിയോ ഒന്നും ചെയ്യാതിരിക്കുകയായിരുന്നു. അപ്പം നമുക്കൊന്നൊരു പുതിയ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ രേണൂസ് പുതിയ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരുടെ അവസ്ഥയെ കണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമം തോന്നി കേട്ടോ. കുഞ്ഞല്ലേ കണ്ണാ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഈ അവസ്ഥയൊക്കെ കണ്ടിട്ട് എനിക്കൊന്നും പറയാൻ തോന്നുന്നില്ല. കാരണം കണ്ടില്ലേ നിങ്ങൾ, അത്രത്തോളം എന്താ പറയുക, മുടിയൊക്കെ മുട്ടയടിച്ച് ലുക്കായി, ആൾക്ക് നല്ല പെയിനാണ്. ക്യാൻസറിൻ്റെ കീമോ തെറാപ്പി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പം പുള്ളിക്കാരിയെ പറ്റിയിട്ടൊരു കാര്യവും സംസാരിക്കാൻ സത്യം പറഞ്ഞാൽ എനിക്കെന്നല്ല, എന്നെപ്പോലുള്ള ഒരാൾക്കും തോന്നാറില്ല. കാരണം നേരത്തെ എങ്ങനെയായിരുന്നു, നല്ല ആക്റ്റീവായിരുന്നു, ആൾക്കാരുടെ കണ്ടൻ്റായിരുന്നു അല്ലേ. പക്ഷെ അങ്ങനെയുള്ളൊരു വ്യക്തി പെട്ടെന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ടൊരു അവസ്ഥയിൽ കാണുമ്പോൾ വിമർശിക്കാൻ തോന്നുന്നില്ല, ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. ദൈവം എത്രയും പെട്ടെന്ന് ആ ഒരു ദുരിതത്തിൽ നിന്നും കരകയറ്റണേ, അങ്ങനെയാണ് മനസ്സുകൊണ്ട് പറയാൻ തോന്നുന്നത്. എന്നാൽ ഇപ്പോൾ എന്തുകൊണ്ട് ഇവിടെ വീണ്ടും നമുക്ക് ആ ടോപ്പിക്ക് എടുക്കേണ്ടി വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ്, പഴയ പ്രീവിയസ് വീഡിയോസൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതിൽ വ്യക്തമായിട്ട് ഞാൻ പറയുന്നുണ്ട്. അതിപ്പോൾ അത് സംഭവിച്ചിരിക്കുന്നു. കിച്ചു വാ തുറന്നാൽ തീരുന്ന കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് എന്നെപ്പോലുള്ള മിക്ക ആൾക്കാരത് പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ കിച്ചു വാ തുറന്നിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും അസ്യൂം ചെയ്ത് പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായി. ഞാനും എപ്പോഴും പറയുന്നുണ്ടായിരുന്നു അത് ഋതപ്പനെ ബാധിക്കും എന്നുള്ളത്. അപ്പം ഇത് തന്നെയാണ് കിച്ചു സംസാരിച്ചത് നമ്മുടെ രേണുസുതിയോട്. രേണുസുതി പറഞ്ഞു എനിക്കതിൽ തെറ്റ് തോന്നുന്നില്ല. നിങ്ങൾ ഒന്ന് കണ്ടു നോക്കാം വീഡിയോ. കണ്ടു. ഋതപ്പന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഹാപ്പി ആയിട്ട് ഞാൻ തിരിച്ചു വന്നു. അമ്മേനെ കാണാൻ പറ്റിയില്ല, അമ്മേനെ കാണാൻ ഇപ്പോൾ പറ്റില്ല, ആശുപത്രി എന്നുള്ള രീതി പറഞ്ഞു. ആശുപത്രി പോയാലും കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്തായാലും അമ്മയുടെ ഇത് അസുഖം എന്തായാലും മാറട്ടെ, പ്രാർത്ഥിക്കാം. അതേ എന്നെ കൊണ്ടും പറ്റത്തുള്ളൂ, നിങ്ങളെ കൊണ്ടും പറ്റത്തുള്ളൂ, അത് ഞാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും മാറട്ടെ. സ്നേഹത്തിൻ്റെ വില എനിക്കറിയാം. എനിക്കത് പറയണമെന്ന് തോന്നി, വീഡിയോ കണ്ടപ്പോൾ എനിക്കതും തോന്നിയേട്ടാ. പിന്നെ ഞാൻ കോട്ടയത്ത്, പിന്നെ ഇപ്പോൾ ഉള്ള അമ്മ സാമി ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ നിങ്ങൾ പറയുന്ന എടുത്തു വളർത്തിയ മോൻ കണ്ട സാധനങ്ങളാണിത്, മനസ്സിലായത്. അപ്പോൾ ഞാനിത് കണ്ടിട്ട് മെസ്സേജ് ഇട്ടു. ഇത് കണ്ടു കഴിഞ്ഞാൽ ഋതപ്പൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഋതപ്പൻ്റെ കൂടെ പഠിക്കുന്നവരാണെങ്കിലും, ഇപ്പം മിക്ക പിള്ളേരാണെങ്കിലും പോലും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ. അപ്പം അതുവരെ കാണുന്നതായിരിക്കും. അപ്പോൾ അവനെങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള കാര്യം ഞാൻ അമ്മയെടുത്ത് പറഞ്ഞപ്പോൾ അമ്മ എനിക്ക് തന്ന റിപ്ലൈ, ഞാൻ ചെയ്തതിൽ എനിക്ക് മോശമായിട്ടൊന്നും തോന്നിയില്ല, എനിക്ക് അതിൽ നിന്ന് 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. ഞാനൊന്നും തിരിച്ച് റിപ്ലൈ എടുക്കാൻ പോയില്ല, ഞാൻ അവിടെ വെച്ചിട്ട് ക്ലോസ് ചെയ്തു വെച്ചാൽ. പിന്നെ എനിക്ക് പറയുന്നത് കണ്ടല്ലോ അല്ലേ. അപ്പം എനിക്കതിൽ തെറ്റ് തോന്നുന്നില്ല. 2-3 ലക്ഷം രൂപ ഞാൻ സമ്പാദിക്കുന്നുണ്ട്, അതിന് തെറ്റായിട്ട് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് പിന്നെ ആ വ്യക്തിനെ നമുക്ക് തിരുത്താൻ പറ്റില്ല. എനിക്കെന്നല്ല ആർക്കും, കിച്ചൂരെന്നല്ല ദൈവം തമ്പുരാന് ഉടയ തമ്പുരാന് പോലും തിരുത്താൻ പറ്റില്ല. അപ്പം അന്ന് അവിടെ വെച്ച് പുള്ളിക്കാരെ ആയിട്ടുള്ള പുള്ളിക്കാരുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് അവിടെ വെച്ച് കട്ട് ചെയ്തു. അതോടുകൂടി പുള്ളിക്കാരിയുടെ വഴിക്ക് വിട്ടു, കിച്ചുവിൻ്റെ വഴിക്ക് പോയി. അപ്പം ഇതെന്തുകൊണ്ടാണ് ഇപ്പം കിച്ചു ഇത് പറയാൻ കാരണം വെച്ചാൽ, അമ്മയുടെ വില അറിയില്ല എന്നും പറഞ്ഞിട്ടൊരു ഒരാൾ, അതായത് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ റിയാക്ട് ചെയ്യുന്ന ഒരാൾ പറഞ്ഞു. എനിക്ക് ഈ റിപ്പീറ്റ് പറയുന്നതോട് താല്പര്യമില്ല. എങ്കിൽ പോലും ഞാൻ പറയാം, ഒരു സ്ത്രീ പ്രസവിച്ചത് കൊണ്ട് അമ്മയാവുന്നില്ല, ചോറ് കൊടുത്തത് കൊണ്ട് അമ്മയാവുന്നില്ല. കിച്ചുവിൻ്റെ അമ്മ പ്രസവിച്ചു, 2 വയസ്സിൽ ഉപേക്ഷിച്ചിട്ട് പോയി. ഒരിക്കലും ആ സ്ത്രീ ഒരു അമ്മയാവുന്നില്ല. 2 വയസ്സ് വരെ നോക്കി പാലൂട്ടി. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു, ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു. പുള്ളിക്കാരിക്ക് അതൊന്നും ഏറ്റെടുത്തില്ല. പുള്ളിക്കാരിയുടെ പാട് നോക്കിപ്പോയി. അവരൊരു അമ്മയല്ല. ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ലാത്തതുകൊണ്ട് നമുക്കതിനെ പറ്റിയിട്ട് കൂടുതൽ പുള്ളിക്കാരി വിമർശിക്കുന്നുമില്ല. പിന്നെ ജീവിച്ചിരിക്കുന്ന അമ്മ 2 പേര് വന്നു. 2 പേരും എങ്ങനെയായിരുന്നു എന്നുള്ളത് ഓൾറെഡി കിച്ചു പറഞ്ഞ കാര്യമാണ്. അപ്പം നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ഞാൻ പറയാണ്, ഒരു ഫുൾ റെസ്പോൺസിബിലിറ്റി ഇല്ലെങ്കിൽ പോലും കുറേയൊക്കെ രേണുസുതി ആ ഒരു സ്ഥാനം വഹിച്ചിട്ടുണ്ട്. ആ ഒരു സ്ഥാനം വഹിച്ചത് കൊണ്ട് കിച്ചു ആ സ്ഥാനത്തിന് കൊടുക്കേണ്ട എല്ലാ റെസ്പെക്റ്റും കൊടുത്ത് സംസാരിക്കുന്നതുകൊണ്ട് ഇപ്പോഴും അമ്മ അങ്ങനെ തന്നെയാണ് കിച്ചു വിളിക്കുന്നത്. അപ്പം അവൻ ആ റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട്, നമ്മളതിനെ റെസ്പെക്റ്റ് ചെയ്യണം.
പിന്നെ കിച്ചു എന്തുകൊണ്ട് പോയി കാണുന്നില്ല എന്നൊക്കെ നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല. നമ്മൾ ചോദിക്കാൻ നമുക്ക് യാതൊരു അവകാശവും ഇല്ല. പിന്നെയും നിങ്ങൾ ചോദിക്കുകയാണ്. ആ പയ്യനോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടാണല്ലോ. ഇന്ന് ആ പയ്യൻ അത് റിവീൽ ചെയ്ത് എന്തുകൊണ്ട് എന്നുള്ളത്. കാരണം ചേര കടിക്കില്ലെന്നല്ലേ, പക്ഷെ അളം മുറ്റിയാൽ ചേരയും കടിക്കും എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഇന്ന് രേണു ഈ അവസ്ഥയിൽ വന്ന് നിൽക്കുമ്പോൾ കിച്ചുവിന് ഇത് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അനാവശ്യമായി കിച്ചുവിനെ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. തിരിച്ച് നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? കിച്ചുവിൻ്റെ സ്ഥാനം നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ആ സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ നിങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ ഒരു അമ്മയായിക്കോട്ടെ, നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ പറയും അമ്മ ഇത് പാടില്ല എന്ന്. നിങ്ങളെ വഹ വെക്കാതെ നിങ്ങളുടെ അമ്മ വീണ്ടും ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അത് നിങ്ങൾ ചിന്തിക്കേണ്ടതായിരുന്നു. അത് ചിന്തിക്കാതെയാണ് നിങ്ങൾ കിച്ചുവിനെ വിമർശിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത്രേ പറയാനുള്ളൂ. നമ്മൾ ഇത്രയും നാം പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ 100% ശരിയായിരുന്നു എന്നുള്ളത്. കാരണം റിഗ്രറ്റ് പിന്നീട് തോന്നരുതല്ലോ, ഞാൻ ഇങ്ങനെയൊക്കെ വിമർശിച്ചു, അയ്യോ ഇത് മോശമായിപ്പോയി എന്ന് തോന്നുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ എത്താൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മളൊരു കാര്യം പറയുമ്പോൾ ഒരുപാട് ചിന്തിച്ചും കണ്ടും പറയണം എന്ന് പറയുന്നത്. ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ട് തന്നെയാണ് അത്രയും കാര്യങ്ങൾ പറഞ്ഞത്. പക്ഷേ ആ പറഞ്ഞ കാര്യങ്ങൾ 100% ശരിയായിരുന്നു എന്ന് ഇന്ന് നമ്മുടെ കിച്ചു പറയുന്ന വാക്കുകൾ തന്നെയുണ്ട്. കിച്ചു എൻ്റെ എവിഡൻസ് ഉൾപ്പെടെ എല്ലായിടത്തും പബ്ലിഷ് ചെയ്തേക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞതും നമ്മൾ മനസ്സിലാക്കിയതും നമ്മൾ പറഞ്ഞ് തിരുത്താൻ ശ്രമിച്ചതൊന്നും തെറ്റായിരുന്നില്ല. ആ ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. നമ്മൾ ഒരു തെറ്റായിരുന്നില്ല എന്ന് മനസ്സിലായതിൽ. ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ്. ഇപ്പം രേണുവിന് ഈ ഒരു അവസ്ഥ വന്നതിൽ നമുക്ക് എല്ലാവർക്കും ദുഃഖമുണ്ട്. പ്രാർത്ഥിക്കാം എല്ലാവർക്കും എത്രയും പെട്ടെന്ന് ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും പുറത്തു വരാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളാരും അതിൽ തെറ്റായിരുന്നില്ല അല്ലെങ്കിൽ രേണുവിനെ വിമർശനത്തിൽ തെറ്റിപ്പറ്റിയില്ല എന്ന് നമുക്ക് പൂർണ്ണ വിശ്വാസമായി. അപ്പോൾ അത് നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അപ്പോൾ നമുക്ക് പിന്നെ കാണാം, അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.